നമസ്കാരം. സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കിയായിരുന്നു അധ്യക്ഷ കസേരയിലേക്കുള്ള കെ സുധാകരന്റെ ഇന്നത്തെ മടങ്ങിവരവ്. ചുമതലകൾ തിരികെ കൊടുക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടന്നു എന്നതുൾപ്പെടെ അഭ്യൂഹങ്ങൾ പലതുണ്ട്. നേതൃനിരയിൽ ഭിന്നതയുണ്ട് എന്ന് പ്രകടമാക്കി ഇന്നത്തെ കെ സുധാകരന്റെ വാക്കുകൾ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹസനും വരുന്നത് അതുപോലെ തന്നെ. അതുകൊണ്ട് ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. വിജയിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. പക്ഷേ ചർച്ച ചെയ്തൊരു തീരുമാനം നമ്മൾ എടുക്കും. നേതാക്കൾ കേരളത്തിൽ BJP-യിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു എന്നതടക്കമുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ വിമർശനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ കാണുന്നത് വീണ്ടും കസേര കളിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ലെ ശ്രീ VPP മുസ്തഫ, BJP-യിലെ ശ്രീ TP ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് രാഷ്ട്രീയത്തെ അടുത്തുനിന്ന് മനസ്സിലാക്കിയ ആളുമായ ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ശ്രീ N ശ്രീകുമാർ, തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ടി വന്നപ്പോഴാണ് കെ സുധാകരന് താൽക്കാലികമായി KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. പകരം ചുമതല താൽക്കാലികമായി തന്നെ MM ഹസനെ ഏൽപ്പിക്കുകയും ചെയ്തു. തിരികെ അദ്ദേഹത്തിന് കസേര കിട്ടാൻ ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് തന്നെ വീണ്ടും താൻ KPCC അധ്യക്ഷനായി വരാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം കേരളത്തിൽ എങ്ങനെയുണ്ടായി? ഇന്ന് അദ്ദേഹം ആ പദവിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന MM ഹസന്റെ സാന്നിധ്യമില്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യമില്ല. ഇവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണമായിരുന്നു എന്ന് പരസ്യമായി കെ സുധാകരൻ പറഞ്ഞതിലൂടെ ചില പിന്നാമ്പുറ കളികൾ നടന്നിട്ടുണ്ട്, അതിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുകയല്ലേ? നോക്കൂ ഗോപികൃഷ്ണൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു അധ്യായം സംഭവിച്ചു എന്നുള്ളതാണ്. ആ അധ്യായം പക്ഷേ ഇന്ന് ഉച്ചയോടെ അടഞ്ഞു. പിന്നീടുള്ളതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളാണ്. ശ്രീ സുധാകരൻ ഇന്ന് ചുമതലയേൽക്കുമ്പോൾ ശ്രീ MM ഹസനും ശ്രീ വി ഡി സതീശനും അതുപോലെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്തില്ല എന്നുള്ളതൊരു വാർത്താ പ്രാധാന്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുവരെ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന ഹസൻ എവിടെ എന്നൊരു ചോദ്യമൊക്കെ വരും. പക്ഷെ നോക്കൂ, ശ്രീ ഹസനും ശ്രീ സുധാകരനും യാതൊരു വിധത്തിലുള്ള രജിസ്റ്ററിലും ഒപ്പിടാതെയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും അധികാരമേറ്റത്. AICCയുടെ ഒരു നിർദ്ദേശപ്രകാരം ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ശ്രീ MM ഹസൻ ചുമതലയേൽക്കുമ്പോഴും അദ്ദേഹം ഒരുവിധ രജിസ്റ്ററിലും ഒപ്പിട്ടിട്ടല്ല സ്ഥാനമേറ്റത്. ഇന്ന് ശ്രീ സുധാകരൻ വരുമ്പോഴും അദ്ദേഹം ഒരുവിധ രജിസ്റ്ററിലും ഒപ്പിട്ട് സ്ഥാനം തിരിച്ചെടുത്തിട്ടില്ല. രണ്ടുപേരും അവരുടെ കസേരയിൽ ഇരുന്നു. ഒരാൾ കസേര ഒഴിഞ്ഞുപോയി, മറ്റൊരാൾ തിരിച്ചു വന്നിരുന്നു. പക്ഷേ ഇതൊരു ചർച്ചയായി. അത് ആ ചർച്ചയായത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ശുഷ്കാന്തിയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം സാധാരണഗതിയിൽ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന സുധാകരൻ വന്നാൽ ചാർജ് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതെന്തായാലും ഒരു വീഴ്ചയായിട്ട് തന്നെ കാണേണ്ടി വരും. ആ വീഴ്ച എന്ന് ഞാൻ പറയുമ്പോൾ അത് നമ്മളിപ്പോൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഊഹാഭോഹങ്ങളൊന്നും അതിലില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ നോട്ടപ്പിശക് ഉണ്ടായി. അതായത് AICC ജനറൽ സെക്രട്ടറിയായ വേണുഗോപാലൊക്കെ കേരളത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് ഈ ഒരു തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ശ്രീ സുധാകരൻ സ്ഥാനം തിരിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കാതിരുന്നപ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഗ്രൂപ്പ് കളിയുണ്ടോ, സുധാകരനെ മാറ്റാൻ തീരുമാനമായോ എന്നൊക്കെ ഒരു അനാവശ്യ ചർച്ചയ്ക്ക് ഇടം കൊടുത്തു. അങ്ങനെ ചർച്ചയ്ക്ക് ഇടം കൊടുത്തുകൊണ്ട് അതിൻ്റെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അതൊരു കോൺഗ്രസിൽ ഒരു പരിഹാസമായിട്ടത് പറയേണ്ട അവസ്ഥ വന്നു. ശ്രീകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു വാർത്താ പ്രാധാന്യം നേടിയെടുത്ത ഒരു സംഭവം എന്നതിനപ്പുറത്ത് കോൺഗ്രസിനകത്ത് കാര്യങ്ങളൊക്കെ, അതായത് സ്ഥിതിയൊക്കെ ഭദ്രവും ശാന്തവും ഒക്കെയാണെങ്കിൽ പരസ്യമായ ഒരു അതൃപ്തി കെ സുധാകരൻ പ്രകടിപ്പിക്കേണ്ടതും ഇല്ലല്ലോ. അങ്ങനെ പല വൈഭവങ്ങളുള്ള ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അസാന്നിധ്യത്തെക്കുറിച്ചോ MM ഹസൻ ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യവുമില്ല. പിന്നെ വി ഡി സതീശനും ഈ കെ സുധാകരനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയൊക്കെ പരസ്യമായി അത് എത്രത്തോളം താഴ്ന്ന നിലയിലേക്ക് പോയി എന്നൊക്കെ പരസ്യമായി അവരുടെ ഈ
പിന്നെ അഭിപ്രായ ഭിന്നതയിലൂടെയും പരസ്പരമുള്ള ബഹുമാനക്കുറവ് പ്രകടമായ സംഭവങ്ങളിലൂടെയും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നിന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലെ പദപ്രയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ. അപ്പോൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നതിന് ഇന്ന് ഒരു സാക്ഷി കൂടിയായി, അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുക കൂടി ചെയ്തു കെ സുധാകരൻ എന്നതല്ലേ യഥാർത്ഥത്തിൽ വസ്തുത? അല്ല അതായത് ഗോപികൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കൂ. രാഷ്ട്രീയത്തിലെ ഭൂതം, ഭാവി, വർത്തമാനം, അതിലിത് വർത്തമാനകാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭൂതകാലത്തൊരു നേതാവ് എന്ത് ചെയ്തു, അതുകൊണ്ടത് വർത്തമാനകാലത്തിൽ സംഭവിച്ചില്ലേ, അത് നാളെ ഭാവിയിൽ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുന്നതിൽ രാഷ്ട്രീയത്തിൽ യാതൊരു അർത്ഥവുമില്ല. ഞാനിവിടെ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, ഏറ്റവും നല്ലൊരു കേഡർ പാർട്ടി കേരളത്തിലെ CPM ആണ്, അത് കഴിഞ്ഞാൽ BJP ആണില്ലേ. ഈ രണ്ട് പാർട്ടികളിൽ നിങ്ങൾ നോക്കൂ. ശ്രീ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം LDF കൺവീനറായി EP ജയരാജനും അദ്ദേഹം തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി പോയില്ലേ? എന്ന് വെച്ചാൽ അവരുടെ ഭൂതം ഭാവിയും നമ്മൾ അളക്കാൻ നിന്നാൽ ശരിയാവുമോ? രാഷ്ട്രീയത്തിൽ അങ്ങനെ സംഭവിക്കും. ഇവിടെ ശ്രീ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ശ്രീ VD സതീശനും തമ്മിലുള്ള ഒരു താരതമ്യം ഉണ്ടായിരുന്നല്ലോ. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതാണ് ഈ നമ്മുടെ നാട്ടിലത്തെ വാർത്തകളും വർത്തമാന ശൃംഖല. പക്ഷേ അതിനുശേഷം അവർ തമ്മിൽ ചില ഭിന്നത ഉണ്ടാകും. രാഷ്ട്രീയത്തിലെ നേതാക്കൾക്കിടയിലെ സൗഹൃദം ഒരു കാലത്തും ശാശ്വതമാകണമെന്നില്ല. അത് പഴയകാലം നോക്കൂ, AK ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, PC ചക്ക കാലഘട്ടം നോക്കൂ, അവരെല്ലാവരും വേർപിരിഞ്ഞു പോയില്ലത്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും തമ്മിൽ ഇണപിരിയാത്ത കൂട്ടുകാരാണെന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർത്തെങ്കിലും അവർ തമ്മിൽ ഇടക്കാലത്ത് തെറ്റിയില്ലേ? സുധീരനുമായിട്ട് തെറ്റിയില്ലേ? PC ചാക്കമായിട്ട് തെറ്റിയില്ല? ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ നേതൃനിരയിലും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുത്തുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാ നേതാക്കളും ഒരേപോലെ ചിന്തിക്കില്ല. അതുമാത്രമല്ല, രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവനവൻ്റെ ഭാവി കൂടി സുരക്ഷിതമാക്കുന്ന ഒരു സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണത്. ആ പ്രക്രിയയിൽ പരാജയപ്പെട്ട ആൾ പുറത്തു പോകും. അങ്ങനെ ആ പ്രക്രിയയിൽ പരാജയപ്പെടാൻ പാടില്ല എന്ന് ഏത് നേതാവിനാണോ തോന്നുക, ആ നേതാവ് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ഇന്ന് ശ്രീ സുധാകരനെ ഇന്ന് പത്രലേഖകരോട് പറഞ്ഞത് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതല്ല ഗോപികൃഷ്ണൻ. അവിടെ അദ്ദേഹം തിരിച്ച സ്ഥാനത്ത് ഇരിക്കാൻ ചെല്ലുമ്പോൾ വാർത്താലേഖകർ അദ്ദേഹത്തിൻ്റെ ചെല്ലുന്നു. അവർ ചോദിക്കുന്നു, ഹസൻ വരേണ്ടേ ആയിരുന്നില്ലേ? ശരിയാണ്, അതെല്ലാം ശരിയാണ്. ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പത്രലേഖകർ ചോദിക്കുന്നു, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അദ്ദേഹം മറുപടിയായി പറഞ്ഞതാണ്. ഏറ്റവും നല്ല മറുപടികൾ ഏറ്റവും നല്ല ചോദ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോഴാണല്ലോ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന കാര്യം ചോദ്യങ്ങളിലൂടെ. അല്ലാതെ ഇപ്പോൾ കെ സുധാകരനെ പോലെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന്റെ സഹായമില്ലാതെ അദ്ദേഹത്തിന് പാർട്ടിയുടെ അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഹസൻ ഇവിടെ വരേണ്ടതായിരുന്നു, സതീശൻ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സിദ്ധാന്തം, അതായത് രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ഇപ്പം നമുക്ക് ഏത് സാഹചര്യത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അഭിപ്രായ ഭിന്നതയെക്കുറിച്ചും ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ എടുത്തു പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ എന്ന് പറയാൻ ഒരു ചരിത്രം കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ആ ഭാഗം പറയാം. പക്ഷേ ഞാൻ അതിൽ സംശയിച്ചൊരു കാര്യം, അതല്ലെങ്കിൽ വാർത്തയായതും പിന്നെ പിന്നാമ്പുറത്ത് നിന്ന് പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ, ഇവിടെ കെ സുധാകരൻ, ഞാൻ അതിലേക്ക് വരാം. ഒരു നിമിഷം ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോൾ നമ്മൾ ചർച്ച ചെയ്താലും നമുക്ക് പറയാൻ ഒരു ചരിത്ര സംഭവം ഉണ്ടാകും. അതിപ്പോൾ കെ കരുണാകരൻ്റെ കാലത്തെ AK ആന്റണി ഉമ്മൻചാണ്ടി കൂട്ടുകെട്ട്, അതല്ലെങ്കിൽ പിന്നീടുണ്ടായിട്ടുള്ള അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നത, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ തന്നെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിള്ളലുകളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇടർച്ചകളും പതർച്ചകളും, അങ്ങനെ കോൺഗ്രസിൻ്റെ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കെ സുധാകരൻ ഇന്ന് വളരെ പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കെ സുധാകരനെ കുറിച്ച് ഇടതുപക്ഷത്തിന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റിയ ഒരു കാര്യം, BJPയിലേക്ക് പോകാൻ തയ്യാറായി നിന്ന ആളാണ് KPCC അധ്യക്ഷൻ പോലും എന്നാണ്. അപ്പോൾ സുധാകരന് തിരികെ വരുന്നതിൽ എന്തോ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ തടസ്സങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ KC വേണുഗോപാലിൻ്റെ പക്ഷം ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തിരികെ ഒരുപക്ഷെ കേരളത്തിലേക്ക് വരേണ്ടി വന്നാൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് വരാൻ വേണുഗോപാൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെ MM ഹസനെ താൽക്കാലികമായി മുന്നിൽ നിർത്തി ഒരു കളി അവിടെ നടത്തി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ ഇനി എന്നോട് കളിച്ചാൽ BJPയിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണത്രേ അദ്ദേഹത്തിന് തിരികെ കസേര നൽകാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു അഭ്യൂഹം വളരെ ശക്തമാണ്. ഇങ്ങനെ ഒന്ന് കോൺഗ്രസിൽ നടന്നിട്ടുണ്ടാകാം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ CR നീലകണ്ഠൻ? അതിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്.
അതായത് BJP-യിലേക്ക് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് AICC ഉടനെ തന്നെ സുധാകരനെ KPC പ്രസിഡന്റാക്കി എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം അങ്ങനെയല്ല അതെന്റെ സംഭവിക്കുക. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതും അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞതും കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ചരിത്രം ഗാന്ധിജിയുടെ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആയിട്ടുള്ള തുടക്കം മുതൽ ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടം വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1969 കോൺഗ്രസിന്റെ സംഘടനാ രൂപങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റി പുറത്തും ഇന്ദിരാഗാന്ധി അധികാരത്തിലും ഇരിക്കുന്ന തരത്തിൽ അന്നു മുതൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പോ കോൺഗ്രസിൽ ഒരു സംഘടനാ സംവിധാനമോ ഇല്ല. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ തന്നെ നോക്കൂ. ഹൈക്കമാൻഡ് പറയുമ്പോൾ മാത്രമേ ഇനി ഹസൻ മാറേണ്ടതുള്ളൂ എന്നാണ് നമുക്ക് ഞങ്ങളടക്കമുള്ള നമ്മളെ നാട്ടുകാർക്കും പത്രക്കാർക്കും കിട്ടിയ വിവരം. അതുവരെ നമ്മൾ ഓക്കെ, ഹൈക്കമാൻഡാണ് കോൺഗ്രസിലെ എല്ലാ തീരുമാനവും. കോൺഗ്രസിൽ MP ആവണമെങ്കിൽ MLA ആവണമെങ്കിലും എന്താവണമെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് പറയാണ്. ആരാണ് ഈ ഹൈക്കമാൻഡ്? ആരാണ് അവിടെ തീരുമാനമെടുക്കുന്നത്? ആർക്കാണ് അവിടെ സ്വാധീനം? നമുക്കറിയാലോ, K. കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്തിരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട്, അവസാനം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുമയല്ല, പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ഇതിലുണ്ട്. അതായത് മിക്കവാറും രാഷ്ട്രീയ കക്ഷികളും തന്നെ അങ്ങനെ ഒരു ജനാധിപത്യം പാലിക്കുന്നതല്ല. ഏക വ്യക്തി, ഏക ഗ്രൂപ്പ് ഒക്കെ ആധിപത്യമുള്ളവരാണ്. ചിലത് കുടുംബമാണ്, ചിലത് വ്യക്തികളാണ്, ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. അത് എല്ലാ പാർട്ടിയിലും ഏതെങ്കിലും അർത്ഥത്തിലും ഒരർത്ഥത്തിലുണ്ട്. ഇപ്പോ EP ജയരാജനെ കുറിച്ച് പറഞ്ഞൊരു പരാതി ഉണ്ടല്ലോ. EP ജയരാജൻ ജവദേക്കറുമായി ചർച്ച ചെയ്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. EP ജയരാജൻ BJP-യിലേക്ക് പോകുമോ അല്ലെങ്കിൽ BJP-യുമായി എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ? അപ്പൊ ഇത്രയും ആരോപണം വന്നിട്ടും ഇത്രയധികം ജാഗ്രത കുറവുണ്ടായിട്ടും നിരവധി കാര്യങ്ങളുണ്ടായിട്ടും EP ജയരാജൻ ഇപ്പോഴും LDF കൺവീനറായി ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അത് ആ പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാം, ഇയാളാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു, പാർട്ടി വെച്ചു. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിന്റെ തർക്കങ്ങൾ ആ പാർട്ടി തീരുമാനിക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺഗ്രസ് ആണ് ചർച്ചാ വിഷയം എന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തീർച്ചയായും ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ സുധാകരനെ ഒഴിവാക്കാൻ സംഘടിതമായ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് ഊഹിക്കാൻ തന്നെയാണ് എന്റെ ഒരു അറിവ് വെച്ച് ചെയ്യുന്നത്. അത് എങ്ങനെ സുധാകരൻ പൊളിച്ചുവെന്നോ ഏതർത്ഥത്തിൽ അത് മറിഞ്ഞു വന്നു എന്നോ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സുധാകരൻ കണ്ണൂർ മത്സരിക്കുന്നു. കണ്ണൂർ മത്സരിച്ച സുധാകരൻ കണ്ണൂരിലെ മത്സരം കഴിഞ്ഞു തിരിച്ച് KPC പ്രസിഡന്റ് ആവുന്നു. കണ്ണൂരിൽ സുധാകരനെതിരായി മത്സരിച്ച MP ജയരാജൻ, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മത്സരം കഴിഞ്ഞു, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി. ഇതിപ്പോ ആ പാർട്ടി തീരുമാനിച്ചു അദ്ദേഹം ജില്ലാ സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ സംഘടിതമായ ഒരു നീക്കത്തിൽ K. സുധാകരനെ പുറത്താക്കി അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരു സംഘം ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. നമുക്ക് ഊഹിക്കാനേ പറ്റൂ. കോൺഗ്രസിനകത്തായതുകൊണ്ട് എന്തും ഊഹിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വേണുഗോപാലിന് KC-ക്ക് വരണമെന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല. അല്ലെങ്കിൽ KC നിയോഗിക്കുന്ന വേറെ ആർക്കെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസിലെ പഴയതുപോലെ AI എന്ന 2 ഗ്രൂപ്പ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. മുമ്പ് ഗോപികൃഷ്ണൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുത്തൽവാദി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിമത ഗ്രൂപ്പ്, പിന്നെ 4ാം ഗ്രൂപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ KC ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഗ്രൂപ്പുകൾ ഇങ്ങനെ പലതായി നിൽക്കുകയാണ്. അതുകൊണ്ട് ടോട്ടൽ കൺഫ്യൂഷനാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എത്രത്തോളം അറിയുമെന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു സുധാകരന് പകരം വരേണ്ടിയത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാലം വേണ്ടി വരും. അത് KC വേണുഗോപാലായിരുന്നോ, അല്ലെങ്കിൽ സതീശനായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ആരെങ്കിലും ആയിരുന്നോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ശ്രീകുമാർ പറഞ്ഞിരുന്ന ഒരു വ്യത്യാസം ഞാൻ പറയുന്നത്, ജനങ്ങളെ നിരാശപ്പെടുത്തും ഇങ്ങനൊരു കാര്യം. തെരഞ്ഞെടുപ്പിലെ കാലത്ത് ഒന്നിച്ചു നിൽക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരസ്പരം അടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെയും ഇത്തരം സ്ഥിരം കലാപരിപാടികൾ യഥാർത്ഥത്തിൽ കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ, അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ്. ഞാൻ കോൺഗ്രസുകാരനല്ല, ഒരു കാലത്തും കോൺഗ്രസുകാരനായിട്ടില്ല. എങ്കിൽ പോലും ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ഘടനയിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, കേരളത്തിലും അത് ഉണ്ടാകണം. BJP-യിലേക്ക് പോവില്ലോ എന്നുള്ളതൊക്കെ ശ്രീ VPP മുസ്തഫ, ദേശീയ തലത്തിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ സഖ്യം രൂപപ്പെടുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, അവരുടെ വിശ്വസ്തരായിരുന്നവർ
കോൺഗ്രസ് പാരമ്പര്യം മുറുകെ പിടിച്ചിരുന്നവർ, കോൺഗ്രസിൻ്റെ മുദ്ര ഹൃദയത്തിൽ അണിഞ്ഞിരുന്നവർ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലെ മുൻ PCC അധ്യക്ഷൻ അടക്കമുള്ളവരുടെ അനുഭവങ്ങൾ കോൺഗ്രസിന് മുന്നിൽ അങ്ങനെയുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ നേരിട്ടിരുന്നു. ഇടതുപക്ഷമാകട്ടെ അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രയോഗിക്കാൻ മടിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ കെ സുധാകരൻ്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളെ നിങ്ങൾ മറ്റൊരു പാർട്ടിയിലെ ആഭ്യന്തര വിഷയം എന്ന നിലയിൽ മാത്രം കണ്ടതിനെ തള്ളിക്കളയാനാണോ ശ്രമിക്കുക? അതല്ല, കോൺഗ്രസിനകത്ത് ഗുരുതരമായ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നുണ്ട് എന്ന നിലയ്ക്കാണോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക? അല്ല, CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത് CPIM-ന്റെ സെക്രട്ടേറിയറ്റോ കേന്ദ്ര കമ്മിറ്റിയോ ഒന്നും ചർച്ച ചെയ്ത് നിലപാടെടുക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷേ നമ്മുടേതൊരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയായതുകൊണ്ടും ജനാധിപത്യ പ്രക്രിയയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക, രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളുടേതായ നിരീക്ഷണങ്ങൾ, നിഗമനങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ സംഗതികൾ ആ നിലയിലാണ് സ്വാഭാവികമായിട്ടും വലിയ നിലയിൽ ആശങ്കയുണർത്തുന്ന ഒന്നായിട്ട് മാറുന്നത്. ഇപ്പോൾ ഗോപീഷൻ പറയുമ്പോഴും അതുപോലെ ശ്രീ CR നീലാണ്ടൻ പറയുമ്പോഴും ഗാന്ധിജിയുടെ കാലം തൊട്ടേയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതുമായിട്ടൊന്നും ഇത് താരതമ്യം ചെയ്യരുതേ. ഗാന്ധിജിയും നേതാജിയും തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, ഗാന്ധിജിയും സോഷ്യലിസ്റ്റുകാരും തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഉൾപ്പിരിവുകൾ, അതൊരു 77 വരെ ഉണ്ടായിട്ടുള്ള ഉൾപ്പിരിവുകളെല്ലാം നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്, ആശയങ്ങളുടെ പേരിലാണ്. വളരെ അപൂർവം ചില അധികാര തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അന്നുണ്ടായിരുന്ന ഉൾപ്പിരിവുകൾ കോൺഗ്രസിലേത് നിലപാടുകളുടെ, ആദർശങ്ങളുടെ, ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പരിവർത്തനവാദി കോൺഗ്രസിന് ഒരു പേര് പോലും വരുന്നത് ഒരു നിലപാടിൻ്റെ പേരിലാണ്, ഒരു ആദർശത്തിൻ്റെ പേരിലാണ് അത്തരമൊരു ഗ്രൂപ്പിന്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം നമ്മൾ കണ്ടുവരുന്നത് എന്താ? അധികാരത്തിൻ്റെ ചീഞ്ഞ മുഖങ്ങളാണ്. ആ ചീഞ്ഞ മുഖങ്ങളാണ് താങ്കൾ ഇപ്പോൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ നിന്ന് ആളുകളെ BJP-യിലേക്ക് മാറ്റുന്നത്. കാരണം ഇവിടെ ഒരു നിലപാടുമില്ല, ഒരു ആദർശവും ഇല്ല. കോൺഗ്രസിനൊരു ഗാന്ധിസവും ഇല്ല, ഒരു ദേശീയതയും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല, ഒരു രാഷ്ട്രീയ ദർശനവും ഇല്ല. അതുകൊണ്ട് അധികാരം എവിടെയുണ്ടോ അവിടത്തേക്ക് പോവുക. അത് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട്, ഇന്ദിരാഗാന്ധിയുടെ തന്നെ ആദ്യകാലമല്ല, ഇന്ദിരാഗാന്ധിയുടെ അവസാനം ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള കാലം തൊട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ, ആയാറാം ഖയാറാം രാഷ്ട്രീയത്തിൻ്റെ ചീഞ്ഞ മുഖമാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. ഇപ്പൊ ഇന്ന് യഥാർത്ഥത്തിൽ ഗോപീഷൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? 45 ദിവസം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിൻ്റെ തിരികെ വരുന്നത്, അങ്ങനെ ഒരു പദവിയിലേക്ക് തിരിച്ച് അദ്ദേഹം വരുന്നത് ഇങ്ങനെ ആളെ കൂട്ടി കീജയ് വിളിച്ച്, മുദ്രാവാക്യം വിളിച്ച്, മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന് കസേരയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ മാത്രം എന്താണുള്ളത്? അപ്പൊ സുധാകരൻ എന്തിനാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുത്തത്? തന്നെ എതിർക്കുന്ന ആളുകളുണ്ട്, തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസിലെ തന്റെ അപ്രമാദിത്വം, തന്റെ ഇപ്പോഴത്തെ പദവികൾ, ചുമതലകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയല്ലേ അദ്ദേഹം അവരെയല്ലേ വെല്ലുവിളിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇതുള്ളത്? അത് CR നീലാണ്ടൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്നത്തേത് പൊറാട്ട നാടകം എന്ന് പോലും പറയാൻ കഴിയില്ല. അതിനേക്കാൾ അപഹാസ്യമല്ലേ? ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളുടെ മകന്റെ ഒരു ചെറിയ കുഞ്ഞുണ്ട്, അതിനൊരു കളിപ്പാട്ടമുണ്ട്. അപ്പോഴത്തേക്കാണ് പെങ്ങളുടെ മകളുടെ കുഞ്ഞും കൂടി വരുന്നത്. അവളീ കുഞ്ഞ് ഈ മകന്റെ, അവളുടെ സഹോദരന്റെ മകന്റെ കയ്യിലുള്ള കളിപ്പാട്ടം കയ്യിലെടുത്തു. അപ്പൊ ആ കുഞ്ഞുങ്ങൾ തമ്മിൽ അയ്യോ ഉമ്മ എൻ്റെ കളിപ്പാട്ടം ഇവളെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയും ബഹളം വെക്കുകയും ചെയ്യും. ഏതാണ്ട് അമ്മട്ടിലല്ലേ നമ്മൾ ഈ കണ്ടത്? അതിനപ്പുറത്ത് എന്തെങ്കിലും ഇന്നത്തെ ഈ നാടകത്തിന് പ്രസക്തിയുണ്ടോ? എത്ര അപഹാസ്യമായിട്ട് കൊണ്ടുപോയാണ്. യഥാർത്ഥത്തിൽ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട്, നമ്മുടെ ഒരു രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനങ്ങളോട് പുതിയ തലമുറക്ക് ഉൾപ്പെടെ വലിയ താല്പര്യമില്ലാതെ വരുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു പാർട്ടിക്കകത്തുള്ള ആളുകൾ കാണിക്കുന്ന അപഹാസ്യമായ നാടകം നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ. ഇങ്ങനെ രംഗങ്ങൾ ഒരു നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ ചുറ്റും കൂട്ടിയിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കുക, കീജയ് വിളിപ്പിക്കുക. ഇപ്പൊ ഇദ്ദേഹം നേരത്തെ 2021 അന്ന് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട് ചുമതലയേൽക്കുമ്പോൾ ശരി, അന്ന് മുദ്രാവാക്യം വിളി വേണം, വലിയ ആഘോഷം വേണം, സംഗതികൾ വേണം. പക്ഷെ ഇന്നത്തേതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അപ്പൊ ആരോടാ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്? തൻ്റെ കൂടെ ആളുണ്ട്, തനിക്ക് കീജയ് വിളിക്കാൻ ഇപ്പോഴും ആളുണ്ട് എന്നൊക്കെ സുധാകരൻ കാണിച്ചു കൊടുക്കുന്ന ആരോടാണ്?
അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ താങ്കൾ ശ്രീകുമാറിനോട് ഉന്നയിച്ച ആ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത്. വി ഡി സതീശനെ പരിഹസിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? വലിയ വൈഭവമുള്ള ആളാണ്, തിരക്കുകളുള്ള ആളാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലല്ലോ, വി ഡി സതീശന്റെ കഴിവുകൾക്കുള്ള അംഗീകാരമല്ലല്ലോ. എം എം ഹസന്റെ ഈ 45 ദിവസത്തിനിടയിൽ ഏതോ ചില സസ്പെൻഷനുകൾ പിൻവലിച്ചു, ഇലക്ഷൻ കാലത്ത് എല്ലാവരും ഒരുമിച്ച് പോയിക്കൊള്ളട്ടെ എന്നൊക്കെ വിചാരിച്ചെടുത്ത തീരുമാനം അതൊക്കെ പുനഃപരിശോധിക്കും എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ശരി, ഹസൻ എന്തുകൊണ്ട് വന്നില്ല, അത് ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും. നമ്മൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഈ വർത്തമാനങ്ങൾ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിനകത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള അങ്ങേയറ്റം ചീഞ്ഞ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ബി ജെ പിയിലേക്ക് പോകും. അദ്ദേഹം വെറുതെ പറയുകയല്ലോ. മദിരാശിയിൽ നിന്ന് നേതാവ് വന്ന് എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? കേരളത്തിലെ ബി ജെ പി നേതാക്കൾ വന്ന് ചർച്ച ചെയ്തു. അവിടെ ശ്രീ സി ആർ നീലകണ്ഠൻ പറഞ്ഞതുപോലെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുകയാണല്ലോ. കെ സുധാകരന് മാത്രമായിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക അതിനെയും അല്ല, ശ്രീ വി പി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുന്ന ഇ പി ജയരാജന് മേൽ ഇതേ ആക്ഷേപമുണ്ടായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിഷയത്തിൽ. എങ്ങനെയാണ് ഗോപികൃഷ്ണനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകന് അത് സമീകരിക്കാൻ കഴിയുന്നത്? ഇ പി പറഞ്ഞോ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞോ? ജാവേദ്കർ പറഞ്ഞോ? കെ സുരേന്ദ്രൻ പറഞ്ഞോ? എന്താണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറയാനിടയായത് എന്നും അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നും ബി ജെ പി കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് നിങ്ങളാണല്ലോ ഇപ്പോൾ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണല്ലോ ഇന്നലെ നടന്ന ബി ജെ പി കമ്മിറ്റി യോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ശോഭാ സുരേന്ദ്രനെതിരെ എങ്ങനെയാണ് ജാവേദ്കർ പ്രതികരിച്ചത് എന്നുള്ളത്. അല്ല, അതിൽ പക്ഷേ സുധാകരൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അല്ല, അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ശ്രീ വി പി. ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞു, അതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അതിനൊരു പ്രകടമായ കാരണമുണ്ട്. കാരണം കേരളത്തിനകത്ത് ഇങ്ങനെയൊക്കെ ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ബി ജെ പി നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരം കൂടിക്കാഴ്ചകളൊക്കെ പരസ്യമായാൽ ഇനി അഥവാ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇനി നടക്കില്ല, നേതാക്കൾ അങ്ങോട്ട് പോകില്ല പേടിച്ചിട്ട്. അതിനെ തടയിടാം ബി ജെ പി നേതൃത്വം. അതുകൊണ്ടായിരിക്കണം ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിലക്കിയത്. ഓൾറെഡി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞില്ലേ? ശ്രീ എ കെ ആന്റണിയുടെയും ശ്രീ കെ കരുണാകരന്റെയും മക്കൾ ഉൾപ്പെടെ അപ്പുറം എത്തിക്കഴിഞ്ഞു. കെ പി സി സി പ്രസിഡന്റിന്റെ ഇടങ്കയും വലങ്കയും ധർമ്മടം മണ്ഡലത്തിൽ ഇപ്പോൾ ഒരുപാട് പഴക്കമല്ലല്ലോ, 2.5 വർഷം മുമ്പ് പിണറായിക്കെതിരെ ഇതേ സുധാകരൻ കൊണ്ടുവന്ന് നിർത്തിയ യാകാശ്വം അദ്ദേഹം ഇപ്പോ ഇത്തവണ സുധാകരനെതിരെ കണ്ണൂർ മണ്ഡലത്തിൽ ലോക്സഭയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തിന്റെ PA ആയിരുന്നയാൾ BJP-യിലെത്തി. ഇതെല്ലാം മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഇനി ആരെയാണ് കേരളത്തിൽ BJP-ക്ക് അങ്ങനെ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് പേടിക്കാനുള്ളത്? ആരുടെ കാര്യമാണ് അവർക്ക് ഈ പുറത്തറിഞ്ഞാൽ ഭയപ്പെടാനുള്ളത്? അപ്പൊ അതൊന്നുമല്ല ഇവിടെ വിഷയം. എന്താ സഖാവ് EP ജയരാജൻ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഒരു സ്വാഭാവികമായ സൗഹൃദ സംഭാഷണം. എന്നാൽ കെ സുധാകരൻ അങ്ങനെയാണോ പറയുന്നത് നിലപാടുകൾ? നിങ്ങൾ അത് കാണണ്ടേ? കെ സുധാകരൻ പറയുന്നത് എന്താ? എന്നോട് BJP നേതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നിയാൽ ഞാൻ പോകും. അവിടെ നിർത്തിയോ? ഞാൻ BJP-യുടെ RSSന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ അക്രമത്തിൽ നിന്ന് ഞാനാണ് സംരക്ഷണം കൊടുത്തത്. പോലീസിനെ ഉപയോഗിച്ച് സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്റെ ആളെ വിട്ടിട്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ വിവാദമായപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? നെഹ്റു BJP-യുടെ നേതാക്കൾ, അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കളെ മന്ത്രിയാക്കിയിട്ടില്ലേ? ഇതെല്ലാം മനസ്സിലിട്ട് ഇതെല്ലാം കാര്യങ്ങൾ പറയുന്ന ഒരാളും ഞാൻ അങ്ങനെ BJP-യിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ കയറി വന്ന ഒരാൾ ഒരു സൗഹൃദ ഭാഷണം നടത്തിയിട്ടുണ്ട്, ചായ കുടിച്ച് പോകാന്നുണ്ട്, അതിന് പോലും നിന്നിട്ടില്ല എന്ന് പറയുന്നതും ഒരുപോലെയാണ് എന്ന് സമീകരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ശരി, അത് മറ്റൊരു വിഷയമാണ്. നമുക്ക് അതിലേക്ക് ഈ ചർച്ച ആ നിലയിലല്ല. എങ്കിലും ഞാൻ പറയാം, EP അങ്ങനെ പറഞ്ഞു, പിന്നെ താങ്കൾ പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറോ കെ സുരേന്ദ്രനോ എന്തെങ്കിലും പറഞ്ഞു എന്ന്. EP പറഞ്ഞതുപോലെ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്നും അവർ പറഞ്ഞിട്ടില്ല. ശ്രീ VP മുസ്തഫ, താങ്കൾക്കറിയാമല്ലോ. അത് ഈ നമുക്ക് വേറൊന്നും കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ഒരു പൊട്ട ന്യായം പറയാൻ. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനും പറയാമായിരുന്നല്ലോ, പ്രകാശ് ജാവ്ദേക്കറിന് പറയാമായിരുന്നു. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ, മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് വരുത്താമായിരുന്നു. പക്ഷെ അങ്ങനെ വരുത്തിയിട്ടില്ല എന്ന് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. താങ്കൾ ഒരു വാദം ഉന്നയിച്ചത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗോപികൃഷ്ണൻ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ
ഈ പി ജയരാജൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ അങ്ങനെ ചായ കുടിക്കാനോ സൗഹൃദ സംഭാഷണത്തിനോ അല്ല പോയത്. ഞങ്ങൾ രാഷ്ട്രീയ മാറ്റം ചർച്ച ചെയ്യാനാണ് എന്നെങ്കിലും കെ സുരേന്ദ്രന് പറയാമല്ലോ. എന്താ അത് പറയാൻ മടി കെ സുരേന്ദ്രന്? അത് പറയാമല്ലോ അദ്ദേഹത്തിന്. അതല്ലേ അവർക്ക് ഗെയിൻ ഉണ്ടാക്കുക, അവർക്ക് നേട്ടമുണ്ടാക്കുക. എന്താ അത് പറയാൻ അദ്ദേഹം തടസ്സം നിൽക്കുന്നു? അദ്ദേഹം ദിവസവും ഈ ദിവസങ്ങളിലെല്ലാം വാർത്താ സമ്മേളനം അല്ല, അത് ഒരു ഗെയിൻ ആണോ ഉണ്ടാക്കുക അതോ അവർക്ക് ഒരു ലോസ് ആണോ ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല ശ്രീ പി മുസ്തഫ. അതായത് അതൊരു രാഷ്ട്രീയ മര്യാദയ്ക്കും മാന്യതയ്ക്കും ചേർന്നതല്ല എന്നൊരു തീരുമാനം, എന്നൊരു നിലപാട് ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കാം. മാത്രമല്ല BJP കേരളത്തിന് ഇനി മറ്റാരെങ്കിലും അവർ വാതിൽ തുറന്നിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത്തരം തുറന്നു പറച്ചിലുകൾ തടസ്സമാകുമെന്നവർക്ക് കരുതാം. There are so many logical points. നമുക്ക് കരുതാവുന്ന ഒരുപാട് യുക്തിഭദ്രമായ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. മാത്രമല്ല ഈ ഇടനിലക്കാരനായി പോയതാരാണ്? ദല്ലാൽ നന്ദകുമാറാണ്. പിന്നെ BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നു ഈ പോക്കിന്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു. ഞാൻ പറഞ്ഞത് അത്തരം ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. താങ്കൾ ഈ ചർച്ചയിൽ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. താങ്കൾ ആ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗ പോയിന്റുകൾ കൂടി പറഞ്ഞതാണ്. ഇനി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഈ BJPയെ സംബന്ധിച്ചിപ്പോൾ കേരളത്തിൽ എന്ന് വേണ്ട രാജ്യത്ത് തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ആരൊക്കെ BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു, ഇനി ആരെങ്കിലുമൊക്കെ BJP മറച്ചിട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെയാണ്. കേരളത്തിൽ അത്തരം ചർച്ചകൾ കേന്ദ്രീകരിക്കപ്പെട്ടത് കെ സുധാകരൻ, നേരത്തെ ശ്രീ VP മുസ്തഫയൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ചില അഭിപ്രായ പ്രകടനങ്ങളിൽ ഊന്നിയായിരുന്നു. ഇപ്പോൾ ഈ കെ സുധാകരൻ്റെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ BJP പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ഇളക്കമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ കണ്ണ് അതിലേക്ക് പതിയുന്നുണ്ടോ? അങ്ങനെ BJP കാണുന്നുണ്ടോ കോൺഗ്രസിലെ ഈ പുതിയ സംഭവ വികാസങ്ങളെ? ഗോപികൃഷ്ണൻ, ഈ ചർച്ച തന്നെ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇത് തികച്ചും കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര വിഷയമായി പര്യവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്തളങ്ങളിലുള്ള വ്യാപ്തി വർദ്ധിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ശ്രീകണ്ഠനോ അല്ലെങ്കിൽ ശ്രീകുമാർ സാറോ വന്ന് പറഞ്ഞ വാക്കുകൾ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന് സംസാരിച്ച് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത് തീർക്കാവുന്ന വിഷയമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇതിനോട് പ്രതികരിക്കുന്നതിൽ കാണിക്കുന്ന അമാന്തം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തുറന്നു പറയും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായത് അത്തരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള സംഘടനാപരമായ അതിൻ്റെ കഴിവാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്നത്. പക്ഷെ ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യമായ നിലനിൽപ്പിനെയാണ്, പ്രസക്തിയാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത്. നോക്കൂ, 2014-ലും 2019-ലും കോൺഗ്രസിൻ്റെ പതനം അത്യഭയാനകമായിരുന്നു. ഒരുപക്ഷെ 2024 അവരെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ ഒരു വീഴ്ചയാണ് എന്ന് പലരും ഭയക്കുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടാകുന്നു. നോക്കൂ, ഇന്ന് ഒരു ഓവർസീസ് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർണ്ണവെറിയുടെ, വെറുക്കപ്പെടേണ്ടതിൻ്റെ അങ്ങേയറ്റത്തെ വാക്കുകൾ. ദക്ഷിണേന്ത്യക്കാരെ ആഫ്രിക്കക്കാരായും, വടക്കുള്ളവരെ നല്ല രക്തത്തിൽ പിറന്ന വെളുത്തവരായും, പടിഞ്ഞാറുള്ളവരെ അറബികളായും, കിഴക്കുള്ളവരെ ചീനക്കാരുമായുള്ള ബോഡി ഷെയ്മിങ്ങിന് പോലും തുനിയുമ്പോൾ ഖാർഗെയ്ക്ക് അയാളുടെ രാജി ചോദിച്ചു വാങ്ങാതെ തരമല്ലാതായി മാറിയിരിക്കുന്നു. അതൊക്കെ മറ്റൊരു വിഷയത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഒരുപക്ഷെ ഈ പ്രശ്നത്തെ ഇന്ന് സങ്കീർണമാക്കുന്നത് ഇതിനെ തരണം ചെയ്യുന്നതിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. നോക്കൂ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കരുതാനേൽപ്പിച്ചത് കെഞ്ചി വാങ്ങേണ്ടി വന്നു എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കരുതലായി അദ്ദേഹത്തിന്റെ അധ്യക്ഷ പദവി മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അത് തിരിച്ചു കിട്ടേണ്ടതാണ്. ഇത് കെഞ്ചി വാങ്ങിയതാണോ പിടിച്ചെടുത്തതാണോ എന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഒരു ഗൂഢാലോചനയായിരുന്നുവോ എന്ന് വർത്തമാനകാല കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ്. സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ പിടിമുറുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദേശീയ നേതാവ് അദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി കളിച്ച കളികളായിട്ട് കോൺഗ്രസിന്റെ തന്നെ ഉപജാക വൃന്ദങ്ങളിൽ സംസാരമുണ്ട്. അദ്ദേഹം MMSനെ കൊണ്ടുവന്നു. അതിന്റെ പുറകിൽ ഞാൻ ചോദിക്കട്ടു ഗോപികൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞു? ഇന്ന് തീയതി 8 ഇത്രയും ദിവസം MMSനെ പോലെ ഒരു കെയർ ടേക്കർക്ക് താൽക്കാലിക ചുമതലയേറ്റവന്
അവിടെ പിടിച്ചു നിൽക്കാൻ ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കും അതത്ര നിഷ്കളങ്കമായ ഒരു 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 സ്ഥാനമാറ്റ ചടങ്ങായിരുന്നുവെന്ന്. പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന മറ്റു കഥകൾ കൂടിയുണ്ട്. ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന് ഒരു ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ താൽക്കാലിക പ്രസിഡന്റായി കൊണ്ടുവരാൻ, അത് കഴിഞ്ഞ് കോൺഗ്രസിലെ കേരളത്തിലെ ചുമതല അദ്ദേഹത്തിന് പിടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഒരുപക്ഷെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തന്റെ സ്ഥാനാരോഹണത്തിന് നടക്കാനുള്ള ഒരു ട്രെയിലറായിട്ട് കാണിച്ചു. പിന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനെ എനിക്ക് കാണിക്കാനുള്ളത് ഗോപികൃഷ്ണൻ ഇവിടെ നമ്മളൊക്കെ ചർച്ച ചെയ്ത മാതിരിയിൽ പരമ്പരാഗത കേരളീയ രാഷ്ട്രീയ ശൈലിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പരമ്പരാഗത രീതിയല്ലെന്ന് മാത്രമല്ല, അത് കേരളത്തിൽ വരുത്താൻ പോകുന്ന ഭൂകമ്പങ്ങളുടെയും വ്യാപ്തിയും പരപ്പിന്റെയും ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ചർച്ച. താങ്കൾ പറഞ്ഞ മാതിരി രാഷ്ട്രീയ മര്യാദയല്ല എല്ലാ കാര്യങ്ങളും, ചിലരുമായി നമ്മൾ നടത്തിയ സംഭാഷണങ്ങളും കാര്യങ്ങളും പുറത്തു വിടുന്ന ഒരിക്കലും രാഷ്ട്രീയ മര്യാദയല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത്ര നിസ്സാരമാണോ? ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീകുമാർ സാർ പറഞ്ഞ മാതിരിയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ ആരോ ശ്രമിച്ചുവോ? മാത്രമല്ല, ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രസൻസ് വളരെ ബോധപൂർവം ആ പ്രസൻസ് ആബ്സെൻസ് ആക്കി മാറ്റിയതാണോ? പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും സ്വന്തം തോളോട് തോർന്നിരിക്കുന്ന നേരത്തെ തമിഴൊക്കെ വായിൽ തെറ്റിയ ഒരു തെറ്റായിട്ട് നമുക്ക് തോന്നിയെങ്കിലും അതും അത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്നല്ല ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഭവത്തെക്കുറിച്ച്, സ്വന്തം വലങ്കയ്യായി നിൽക്കേണ്ട ആളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സംതിങ് ദർ ഈസ് റോട്ടൺ, എന്തൊക്കെയോ പലയിടത്തും ചീഞ്ഞു നാറുന്നുണ്ടോ? ഇതൊരുപക്ഷെ വരാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ ട്രെയിലർ മാത്രമാണോ? വളരെ കൃത്യമായിട്ടും വിശ്വാസത്തോടെയും ഞാൻ പറയും, ഇത് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റിന്റെ ട്രെയിലറുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുച്ഛിച്ച് തള്ളാൻ, പരിഹസിക്കാം, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമുക്ക് പ്രയാസങ്ങളും ഉണ്ടാകാം. ഒരു കാര്യം നമ്മൾ അനിവാര്യമാണ്. ഇപ്പൊ തന്നെ ഒരു വാക്ക് ഞാനിവിടെ ശ്രദ്ധിച്ചു, ഗോപികൃഷ്ണൻ. ഇന്നലെ താങ്കളോ മുസ്തഫയോ ഇന്നലെ BJP-യുടെ ഭാരവാഹി അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ രണ്ടുപേരെയും. അവിടെ ഉദ്ഘാടനം നടക്കുന്നതിന്റെ മുമ്പ് കേരളത്തിൽ അവിടെ നടക്കുന്ന ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കേരളത്തിൽ അജണ്ട ഉണ്ടാകാം, അതിന് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്, ആരൊക്കെയോ എന്തൊക്കെയോ ഭയക്കുന്നുവോ, ആരുടെയൊക്കെയോ മനസ്സിൽ ചില ഉൾക്കിടലങ്ങൾ ഉണ്ടാകുന്നുവോ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും പ്രവർത്തക വൃന്ദത്തെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നുവോ, അതിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് വേണം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ കുറിച്ചും ഇപ്പോൾ അവതരണത്തെ കുറിച്ചും കാണേണ്ടിയിരിക്കുന്നത്. നോക്കൂ, മറ്റൊരു കാര്യം കൂടി ഞാൻ നടക്കാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ ട്രെയിലറുകളാണ് ഈ കാണുന്നതെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതിൽ BJP കാണുന്ന സാധ്യതകൾ എന്താണ്? ഇപ്പൊ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തൊക്കെ തന്നെ ഇതിന്റെ സാധ്യതകളല്ലേ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എത്ര 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 പാർട്ടി നേതാക്കന്മാരാണ് BJP-ക്കകത്തേക്ക് കടന്നു വന്നത്. നിങ്ങൾ അപ്രസക്തമാണ്, നിങ്ങൾ മറ്റു വലുതുമാണ് എന്നൊക്കെ ഞങ്ങളിൽ എന്തൊക്കെയാണോ ആരോപിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ. നോക്കൂ, ഏറ്റവും വളരെ സിമ്പിളായിട്ട്, ഞാനൊരു ചർച്ചയോ വിവാദമാക്കാനല്ല, ഏറ്റവും അവസാനം കോഴിക്കോടിന്റെ മണ്ണിൽ വടകരയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ഥാനാർത്ഥിയെ ബോലോ തക്ബീർ വിളിച്ച് അംഗീകരിക്കാനും ദീനിന്റെ പ്രതിഷേധം എന്ന് പറയാനും മറ്റൊരാളെ കാഫിറാക്കാനും ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ ആരൊക്കെയാണോ മതേതരത്വത്തിന് വേണ്ടി, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്, അവരിന്ന് കേരളത്തിലെ വർഗീയതയുടെ മത ഭീകരതയുടെ അല്ലെങ്കിൽ ജനങ്ങളെ തട്ടാക്കി മാറ്റുന്നതിന്റെ അങ്ങേയറ്റം ഭീമത്സമായ രൂപം പൂഴുമ്പോൾ മാധ്യമങ്ങൾക്ക് പോലും അവരുടെ പങ്ക് നിർവഹിച്ചു എന്ന അഭിപ്രായം ഗോപികൃഷ്ണൻ ഉണ്ടോ എന്ന് എനിക്കറിയാം. ഏതായാലും എനിക്കത് തോന്നിയിട്ടില്ല. ഇന്ന് സാംപിത്രോടയുടെ വാക്കുകൾ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ എന്തുമാത്രം അപ്രസക്തമാകുന്ന പ്രസ്ഥാനങ്ങളെന്നും മനുഷ്യന്റെ മനസ്സുകളെ എത്രമാത്രം വിഷലിപ്തമാക്കുന്ന രീതിയിലേക്ക് അത് കളങ്കിതമാക്കിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചില നേട്ടങ്ങളെ കുറിച്ച് BJP-ക്ക് ഈ ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഇതൊക്കെ ട്രെയിലറുകളാണെങ്കിൽ BJP-ക്ക് ആ ട്രെയിലറുകളിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട് അല്ലേ? അതെന്താണ് സംശയം? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്, കേൾക്കാൻ പോകുന്ന നാളുകളിലെ വാർത്തകൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഗോപികൃഷ്ണൻ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കെ കരുണാകരന്റെ വീട്ടിൽ നിന്നും ആന്റണിയുടെ വീട്ടിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് ആളുകൾ കടന്നു വരുമെന്ന്? മുൻ MP-യും MLA-മാരുമായിട്ട് വന്ന അത്ഭുതക്കുട്ടിയായും മറ്റു പറഞ്ഞ ആളുകൾക്ക് BJP കടന്നു വരാൻ സാധിക്കുമെന്ന്? BJP-യുടെ ഒരു വക്താവിനോട് മകളെ കെട്ടാനുള്ള കാര്യം ആലോചിക്കാനൊന്നും ആയിരിക്കില്ലല്ലോ പോയിട്ടുണ്ടാവുക.
അവരേതായാലും സ്വകാര്യം പറയാനും ചാറ്റ് ചെയ്യാനൊന്നും ആയിരിക്കില്ലല്ലോ. അതിലെ അന്തരാർത്ഥത്തിലേക്കും ഞാൻ കടന്നു കയറുന്നില്ല. അത്തരത്തിലേക്കുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗത കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രീതികളെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള പ്രകമ്പനങ്ങൾ കേരളത്തിൽ ശരി നമുക്ക് ആ ഭാഗമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. പറയാൻ അനുവദിക്കുമെങ്കിലും എന്താണ് പറയൂ. നോക്കൂ, കോൺഗ്രസിനകത്തുള്ള അന്തഃഛിദ്രത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തി നമുക്ക് കാണാൻ അവസരം കിട്ടിയതായിരുന്നു റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനം. താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തു. അവിടെ കേരളത്തിലെ സംഘടനാ ചുമതല വഹിക്കുന്ന, ദേശീയ ചുമതല വഹിക്കുന്ന നേതാവ് അശോക് ഗെഹ്ലോട്ടിനെ കണ്ട് കൈ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ ആ കൈ തട്ടിമാറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ വാക്ക് ശരിയല്ലെങ്കിൽ പോലും അതിനെ അശ്രദ്ധമായിട്ട് അവഗണിക്കുന്ന രൂപത്തിലേക്ക് എന്തുമാത്രം അന്തഛിദ്രങ്ങൾ ആ പ്രസ്ഥാനത്തിന്. ഞാനൊരു ഇടവേള എടുക്കുകയാണ്. ശ്രീകുമാർ സാറിന്റെ അടുത്തേക്ക് ഞാൻ വരും. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ വിഷയത്തിലെ പ്രതികരണം കണ്ട ശേഷം ഇടവേളയിലേക്ക്. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ BJPയിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഞാൻ നേരത്തെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ഇതിന്, അതാ പറഞ്ഞ അതാ ഭീഷണി. ശ്രീ N ശ്രീകുമാർ, ശാഖകൾക്ക് കാവൽ നിന്ന ഒരു കാലത്തെക്കുറിച്ചും അത് തൊട്ട് BJPയിലേക്കുള്ള ക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് K സുധാകരൻ. ഇന്നിപ്പോഴത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ ഞാൻ BJPയിലേക്ക് പോകും എന്ന ഒരു തന്ത്രം ഉപയോഗിക്കേണ്ടി വന്നു സുധാകരൻ എന്ന്. BJP ആകട്ടെ, ഇപ്പോൾ BJP പ്രതിനിധി ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഒരു വലിയ സ്ഫോടനത്തിന് മുൻപുള്ള ട്രെയിലറായിട്ടാണ് കാണുന്നത്, അതിൽ BJPക്ക് വലിയ കൗതുകത്തോടു കൂടിയുള്ള താല്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രസക്തിയും. ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ K സുധാകരനിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ കരുതിയതല്ല. എന്തായാലും നന്നായി. CPMന്റെ പ്രതിനിധി മുസ്തഫ, അതുപോലെ തന്നെ BJP പ്രതിനിധി ശ്രീ ജയേന്ദ്രൻ മാഷൊക്കെ കോൺഗ്രസിനെയാണ് ആക്രമിച്ചത്. അത് നല്ല കാര്യം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം ഇന്ന് വലിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് നമ്മളൊക്കെ പറയുന്നു. എല്ലാവരും BJP വിരുദ്ധം പ്രസംഗിക്കുന്നു, ഇടതുപക്ഷം പ്രസംഗിക്കുന്നു, എല്ലാവരും ഉണ്ട്. ഇന്നും കോൺഗ്രസ് നേതാക്കൾ ദേശീയ തലത്തിലും മറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJPക്കെതിരെ പോരാടുകയാണ്. അപ്പോൾ CPMന് പഴയ കാലത്ത് തൊട്ട് തന്നെ വർഗീയ വിരുദ്ധം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പാർട്ടി കുടുംബം എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ പാർട്ടി കുടുംബം ഇന്നുണ്ടോ അതോ പാർട്ടി കുടുംബം സകുടുംബം ആയോ എന്നുള്ളതൊക്കെ അവർ പറയേണ്ട കാര്യമാണ്. അത് അവിടെ അങ്ങനെ ഒരു ചർച്ച ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി എവിടെ എന്ന് CPM ഇന്ന് മിണ്ടുന്നില്ല. അവർക്ക് ന്യായീകരണം പറയാം. താരപ്രചാരകളെ ഞങ്ങൾ വേറെ നിശ്ചയിച്ചെന്ന് പറയാം. ശ്രീ പിണറായി വിജയൻ താരപ്രചാരകനാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം, ഗോവിന്ദ മാഷിൻ്റെ പാർട്ടിയിലത്തെ നേതാവ് S രാജേന്ദ്രൻ, ഇപ്പോഴും അദ്ദേഹം ഇടുക്കിയിലത്തെ CPM നേതാവാണ്. അദ്ദേഹത്തെ മിനിങ്ങാന്ന് BJP നേതാക്കൾ പോയി ചർച്ച നടത്തി. മാഷ്ക്ക് ധൈര്യമുണ്ടോ രാജേന്ദ്രനെതിരെ വിരൽ ചൂണ്ടാനായിട്ട്? ഇന്നും മാഷ് പറഞ്ഞ രാജേന്ദ്രൻ പോയില്ലെന്നാ. ഇനി അത് പോട്ടെ, EP ജയരാജൻ ചർച്ച നടത്തിയല്ലോ പ്രഭാരിയുമായിട്ട്, BJP പ്രഭാരിയുമായിട്ട്. ഞാനും ചർച്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അതും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ സുധാകരനോട് പണ്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ BJP പോകാമെന്ന് കേട്ടല്ലോ, എനിക്ക് BJP പോകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും എന്തൊരു തർക്കുത്തരം പറഞ്ഞപ്പോൾ ആ തർക്കുത്തരം ഇവർ ആയിക്കോട്ടെ കൊണ്ട് നടന്നോട്ടെ. പക്ഷേ സുധാകരനോടുള്ള CPMന്റെ വിരോധം KPCC പ്രസിഡൻ്റായപ്പോൾ അവർ പരസ്യമാക്കി. പാർട്ടി മുഖപത്രത്തിൽ ഗോപികൃഷ്ണൻ, പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ KPCC പ്രസിഡൻ്റായിട്ട് എന്തിന് സുധാകരനെ നിയമിച്ചു എന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതി. അതേ പത്രം MV ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഗോവിന്ദ മാഷിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുഖപ്രസംഗം എഴുതിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സുധാകരനെ കുറിച്ച് നമ്മുടെ CPM പ്രതിനിധി നമ്മുടെ സുഹൃത്ത് മുസ്തഫ എന്താ പറഞ്ഞത്? അദ്ദേഹം ആരാധകരെ കൊണ്ടു നടക്കുന്നു. ആയിക്കോട്ടെ, PJ ആർമി ആരാണ്? വടകരയിൽ മത്സരിച്ച P ജയരാജനെ തിരിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയില്ലല്ലോ. PJ ആർമി അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തുപാട്ടുകളൊക്കെ ഇട്ടപ്പോൾ എതിർത്തില്ലല്ലോ CPM. അപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ. BJPയുടെ പറയാം, BJP സംസ്ഥാന പ്രസിഡന്റായിട്ട് K സുരേന്ദ്രൻ ചുമതലയേൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ O രാജഗോപാൽ അന്ന് നടത്തിയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. ഇന്നിപ്പോൾ BJPയുടെ നേതാക്കൾ നമ്മുടെ മാഷ് പറഞ്ഞു വലിയ സ്ഫോടനാത്മകം. എന്താ സ്ഫോടനാത്മകം? LDF കൺവീനർ ചർച്ച നടത്തിയതിനെ തുടർന്നുള്ളതാണോ? ഏതായാലും കോൺഗ്രസ്സുകാർ ചർച്ച നടത്താൻ പോയിട്ടില്ല. S രാജേന്ദ്രൻ്റെ മിനിങ്ങാന്ന് ചർച്ച നടത്തിയാണോ? അതിനൊക്കെ CPM ഉത്തരം പറയാതെ ഗോവിന്ദ മാഷ് ഇങ്ങനെ വെറുതെ സുധാകര വിരുദ്ധം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ
ഈ നാട്ടിലെ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും പാർട്ടികൾക്കുള്ളിൽ പ്രശ്നമുണ്ടാകും. അങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ അത് മറ്റൊരു പാർട്ടി അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യും. ശ്രീ പിണറായി വിജയനെക്കുറിച്ച് LDF കൺവീനർ പിണറായി വിജയൻ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് അത് പാർട്ടി തത്വത്തിന് എതിരല്ലേ? അതിനകത്ത് എന്നിട്ട് വല്ലതും ഉണ്ടായോ? അത് ആരാധനയല്ലേ? അപ്പോൾ സുധാകരനെ ഒരു വിഭാഗം പ്രവർത്തകർ ആരാധിച്ചാൽ പ്രശ്നം, ഈ വീടിൻ്റെ ഐശ്വര്യമാണ് പിണറായി വിജയൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞാൽ അത് പാർട്ടി തത്വമാണോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് നല്ല കാര്യമാണ്. കാരണം സുധാകരൻ BJP പോകും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം കണ്ണൂർ മത്സരിച്ചല്ലോ, അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമല്ലോ, എന്തായാലും ഒരു കാര്യം തീരുമാനിക്കുമല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ വിധി എന്തായാലും ശരി, സുധാകരൻ കോൺഗ്രസ്സുകാരനാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സുധാകരനെ എതിർക്കണമെങ്കിൽ ഇങ്ങനത്തെ ആക്ഷേപം കൊണ്ട് മൂടണമെങ്കിൽ മൂടാൻ കുഴപ്പമില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥത നമ്മൾ ചർച്ച ചെയ്തു. ശരിയാണ്, അസ്വസ്ഥത ഉണ്ടായി. അദ്ദേഹം ആ സ്ഥാനത്ത് തിരികെ വന്നിരുന്നു. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കേണ്ടേ ശ്രീ മുസ്തഫ, പഴയ കാലത്ത് പിണറായി വിജയൻ VSനെ കുറിച്ചും VS പിണറായി വിജയനെ കുറിച്ചും എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ നമ്മുടെ ഈ ഗോപികൃഷ്ണൻ്റെ ആ ഫയലിൽ കിടപ്പുണ്ട്. നമ്മളതൊക്കെ ചർച്ച ചെയ്യണോ? ഞാനതാ പറഞ്ഞേ, ഭൂതവും ഭാവിയും വർത്തമാനവും വെച്ച് രാഷ്ട്രീയത്തെ കാണരുത്. ഭൂതകാലത്ത് ചെയ്തത് വർത്തമാനത്തെ കാലത്ത് ചെയ്യണമെന്നില്ല. ഞാനതാ പറഞ്ഞത്, S രാജേന്ദ്ര CPMൻ്റെ നേതാവ് ഇന്ന് പാർട്ടിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം മിനിങ്ങാന്ന് BJP നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കണ്ടു. പാർട്ടി എന്ത് നടപടിയെടുത്തു? എന്താണ് പറയാത്ത ഉത്തരം? ഒന്നുകിൽ അദ്ദേഹത്തെ പുറത്താക്കുക, അല്ലെങ്കിൽ S രാജേന്ദ്രൻ പാർട്ടിയെ കളിപ്പിക്കുകയാണോ? അതൊക്കെ നല്ല രസകരമായ രാഷ്ട്രീയ സംഭവവികാസമാണ് CPM നടക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമല്ല. സുധാകരൻ പറഞ്ഞു ഹസൻ വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാണ് ചർച്ച. ഹസൻ വരേണ്ടതായിരുന്നു, ഹസൻ വന്നില്ല, സതീശൻ സ്ഥലത്തില്ല. ശരിയാണ്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തെന്താണ് യാഥാർത്ഥ്യങ്ങൾ? ഏത് കോൺഗ്രസ് നേതാവാ പ്രഭാരിയായിട്ട് ചർച്ച ചെയ്തത്? ഗോപികൃഷ്ണൻ ഏത് കോൺഗ്രസ് നേതാവാ പ്രഭാരിയായിട്ട് ചർച്ച ചെയ്തത്? ഞാൻ ചർച്ച ചെയ്തു എന്ന് പിണറായി വിജയൻ പറഞ്ഞു, പ്രശ്നമല്ല. ഞങ്ങൾ ചർച്ച ചെയ്തു എന്ന് EP തന്നെ വെളിപ്പെടുത്തി, പ്രശ്നമല്ല. ചർച്ച ചെയ്തു എന്ന് BJPക്കാർ പറയുന്നു, തിരിച്ചു പറയുന്നു, ആകെ ബഹളം. പക്ഷെ ഒരു കാര്യം വ്യക്തമായി, ദേശീയ തലത്തിൽ BJPക്കെതിരെ പോരാടാൻ ഇന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചെയ്യണം. അപ്പോൾ എവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഏക കനൽ തിരി മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിൻ, ഞങ്ങളുടെ താരപ്രചാരകരെ നേരത്തെ നിശ്ചയിച്ചു പോയെന്ന്. അപ്പം എന്താ ഇദ്ദേഹത്തെ നിശ്ചയിച്ചില്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പാർട്ടി പറയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്തൊരു പാർട്ടി കുടുംബം ഉണ്ടായിരുന്നു, അത് സകുടുംബമായി മാറിയെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ജയിച്ചത്. ആ പ്രശ്നങ്ങൾ ഇടക്കാലത്ത് പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ 16 സ്ഥലത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ഒരുവിധ ആക്ഷേപമില്ലാതെ തീരുമാനിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പുറത്ത് അങ്ങനെ ആയിരുന്നോ? BJPയിൽ അങ്ങനെ ആയിരുന്നോ? CPMൽ അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി എവിടെയൊക്കെ പോയി അവസാനം ലീഗിൻ്റെ പ്രതിനിധിയെ പിടിച്ചു പോലും സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നില്ലേ, പഴയ ലീഗ് നേതാവിനെ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാണ് ഭേദം? കോൺഗ്രസ് ആണോ ഭേദം? CPM ആണോ ഭേദം? BJP ആണോ ഭേദം? അതിനുത്തരം കിട്ടുമ്പോൾ ഈ സുധാകരനെതിരെ നടത്തുന്ന ആക്ഷേപങ്ങളെക്കാൾ കഠിനമായിട്ട് പരിഹാസ രൂപേണ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ പരിഹസിക്കുന്ന പക്ഷേ CPM കാണും. പക്ഷേ അവർ പറയും ജനങ്ങൾ ഞങ്ങളൊപ്പമാണെന്ന് പറയും, കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതോ ഒരു കാലത്ത് സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നതാണല്ലോ ഇവർ പറഞ്ഞു കിടക്കുന്നത്. അന്ന് സുധാകരൻ പറഞ്ഞു അദ്ദേഹം ഇടതുപക്ഷ സഖ്യത്തിൽപ്പെട്ട നാഷണൽ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ എന്ന സംഘടനാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോൾ, അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSSകാരെ CPMക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോര തിളപ്പ് കൊണ്ട് ഞാനവരെ രക്ഷിക്കാൻ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ? KPCC പ്രസിഡന്റ് RSSന് കാവൽ നിന്നു. KPCC പ്രസിഡന്റാണോ കാവൽ നിന്നത്? അങ്ങനെയാണെങ്കിൽ CPMൽ വന്ന TK ഹംസ ആരായിരുന്നു? പറ. മലപ്പുറം DCC പ്രസിഡന്റ് അല്ലേ? എന്ന് വെച്ചുകൊണ്ട് ഇന്നും അദ്ദേഹത്തെ DCC പ്രസിഡന്റ് എന്ന് പറയുമോ? അതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സുധാകര വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വക വിഷയങ്ങൾ കൂടി എടുത്തിടുമ്പോൾ ആലോചിക്കണം. എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനാണ്, പക്ഷെ എനിക്ക് പക്ഷമുണ്ട്. ആ പക്ഷമുള്ളത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്നത്. പക്ഷേ അപ്പോഴും മറ്റുള്ള പാർട്ടികളിലെ പ്രശ്നങ്ങൾ കാണാതെ മൂടി വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യം, ഏറ്റവും പുതിയ ചോദ്യമാണ്, എവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ കനൽത്തരി, CPMൻ്റെ ഏക കനൽത്തരി മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദ്യം വരും. ഉത്തരം പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ്. ഇത് വിശ്വസിക്കണോ ഗോപികൃഷ്ണൻ? നമ്മൾ ശരി ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോഴീ K സുധാകരൻ്റെ കസേരയിൽ കണ്ണുവെച്ച് അതിൽ
കൊതിവെച്ച് നിൽക്കുന്നവർ കോൺഗ്രസിനുണ്ടെന്നിരിക്കട്ടെ, അവരുടെ ചില തന്ത്രപരമായ കളികളാണ് സുധാകരന് ഈ സ്ഥാനം തിരികെ നൽകുന്നതിന് തടസ്സമായി നിന്നതെന്ന് കരുതുക. അങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറിക്കൊരു സാധ്യതയുണ്ടെന്നും അവിടെ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയും എന്നുമൊക്കെ BJP പ്രതിനിധി കണ്ടതിനെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസിനകത്ത് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ കടുത്ത തീരുമാനം ഞാൻ എടുക്കും എന്ന് സുധാകരൻ അടുപ്പക്കാരോട് പറഞ്ഞ് ഹൈക്കമാൻഡിലേക്ക് എത്തിച്ച ആ സന്ദേശത്തിലൂടെ വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന ഒരു സന്ദേശം മറഞ്ഞു കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയായിരിക്കുമോ BJP നേതൃത്വം? അങ്ങനെ ഒരു അപകടം ഇതിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഞാൻ സുധാകരൻ BJPയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം സുധാകരന് ഒരു രാഷ്ട്രീയമുണ്ട്. നേരത്തെ ശ്രീകുമാർ പറഞ്ഞല്ലോ, അദ്ദേഹം സംഘടനാ കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ BJP അന്നത്തെ RSSഉം സംഘപരിവാറും ഇടതുപക്ഷത്തായിരുന്നു. തീർച്ചയായും സംഘടനാ കോൺഗ്രസും ജനസംഘവും RSSുമായി ബന്ധപ്പെട്ട് CPM ഒക്കെ സഖ്യത്തിലായിരുന്നു. സംഘടനാ കോൺഗ്രസുമായി CPM സഖ്യത്തിലുണ്ട്, ജനതാ പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് ഒരാൾ ചെയ്തോ എന്നുള്ളതിനെ കുറിച്ചല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏത് പാർട്ടിയിൽ ആളുകൾ പോകുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ബലമായി സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഒരു MP, ഞാൻ അബ്ദുള്ളക്കുട്ടി അല്ല പറയുന്നത്, വിശ്വനാഥ മേനോൻ, മുൻ മന്ത്രി, CPMന്റെ മുൻ മന്ത്രി, സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ നേതാവ്, BJPയിലേക്ക് പോയി BJP സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്ന എറണാകുളത്ത് മത്സരിച്ചിട്ടുണ്ട്. വേറെ ഒരു പാർട്ടിയുടെയും MP അബ്ദുള്ളക്കുട്ടി അല്ലാതെ മുൻ മന്ത്രി പോയിട്ടില്ല. സിറ്റിംഗ് MLA അൽഫോൺസ് കണ്ണന്താനം LDFന്റെ സ്വതന്ത്രനായി അല്ലെങ്കിൽ CPMന്റെ സ്വതന്ത്രനായി മത്സരിച്ച് സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ആയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ ബംഗാളിലോ ത്രിപുരയിലോ മറ്റു സ്ഥലങ്ങളിലോ CPMകാരും പോയിട്ടുണ്ടാവും. അത് അധികാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നവർ പോകും. അതിന്റെ പ്രധാന പ്രശ്നം എന്താ? പ്രധാന പ്രശ്നം നേരത്തെ മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നം എല്ലാ പാർട്ടികളെയും CPMനെ ബാധിച്ചിട്ടില്ല, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? CPMന്റെ പ്രത്യയശാസ്ത്രം ഇപ്പോൾ ആരെങ്കിലും ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന വാക്ക് പറയുമോ? ഞാൻ ഒരുപാട് കാലം പ്രസംഗിച്ചുകൊണ്ട് ആ വാക്ക് പെട്ടെന്ന് വന്നത്, ഇന്ന് ഒരാളും പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ CPMന്റെ സംഘടന ഉരുക്ക് പോലുറച്ച സംഘടന, കേഡർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ, കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോഴും അവിടെ നടന്ന ചർച്ചകൾ ഓൺലൈനായി നിങ്ങൾ എഴുതി കാണിക്കാറുണ്ട് ചാനലുകളിൽ. അതിങ്ങനെയാ വരുന്നേ? ആരാത് അറിയിക്കുന്നേ? എങ്ങനെയാ അത് വരുന്നേ? പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടന്ന ഇന്നാളെ വിമർശിച്ചു കേന്ദ്ര കമ്മിറ്റി. അതെന്താ കാര്യം എന്നറിയോ? അത് CPMന്റെ കുഴപ്പമല്ല, ആരുടെയെങ്കിലും കുഴപ്പമല്ല. ഇന്നത്തെ ഒരു ജനാധിപത്യവൽക്കരണം പല രൂപത്തിൽ നടക്കുന്നുണ്ട്. ആ ജനാധിപത്യവൽക്കരണം തുറന്നതാണ്, ജീവിതം തുറന്ന ചർച്ചയാണ്. കോൺഗ്രസ് അത് കുറെ കാലമായി തുടരുന്നു. ഇനി BJPയുടെ പ്രശ്നം പറഞ്ഞാൽ, എനിക്ക് അദ്ദേഹം BJPയുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിഷലിപ്തമായ പ്രസംഗം, ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ അത്ര വിഷലിപ്തമായ ഒരു പ്രസംഗം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും ചെയ്തിട്ടില്ല. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വിഷലിപ്തമായ പ്രസംഗം, അതും അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരാൾ, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ വലിയ ദുരന്തമാണ്. അതൊക്കെ എന്റെ കേസ് നിയമമൊക്കെ വരുമെന്ന് എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി BJPയുടെ ഇവിടുത്തെ കേരളത്തിൽ നോക്കൂ, തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിട്ടുനിന്ന് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തേ? കൃഷ്ണദാസ് പക്ഷം, കൃഷ്ണദാസോ അല്ലെങ്കിൽ MT രമേശോ, കോഴിക്കോട് സ്ഥാനാർത്ഥി MT രമേശോ, മുൻ സ്ഥാനാർത്ഥിയായിരുന്ന AN രാധാകൃഷ്ണനോ ഒന്നും ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അത് ശരിയാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വരും. അതുപോലെ കെ സുധാകരൻ്റെയും വരും. അതുപോലെ ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും CPM ഇന്നോ കോൺഗ്രസ് എന്നൊക്കെ പോയാൽ അതും വരും. പിന്നെ ആന്റണിയുടെ മകനും മറ്റേ കരുണാകരന്റെ മകളും പോയി എന്നുള്ളതൊന്നും ഞാനൊന്നും കാണുന്നില്ല. കാരണം മകനും മകളും എന്താ, ഇവിടെ എത്രയോ CPM നേതാക്കന്മാരുടെ മക്കൾ BJP ആയിട്ടുണ്ട്, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ CPM ആയിട്ടുണ്ട്. അതൊക്കെ വരും. അത് നമ്മുടെ നാട്ടിലുള്ള പല കാരണങ്ങളാണ്. ഞാൻ അതിന്റെ കാരണങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഇനി സുധാകരന്റെ കാര്യത്തിൽ പറയുമ്പോൾ, സുധാകരൻ സുധാകരനെ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൽ എപ്പോഴും ഇത്തരത്തിൽ ഓരോ കാലത്തും ഈ ഗ്രൂപ്പ് ഈ സമവാക്യങ്ങളിൽ എലാസ്റ്റിക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞതും മുമ്പ് പറഞ്ഞതും ശരിയാണ്. ഞാൻ മുസ്തഫ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു സംഘടനാ ചട്ടക്കൂട്, ജനാധിപത്യ സംഘടനാ ചട്ടക്കൂടി ഇല്ലാതായി പോയി. അതിനു മുമ്പ് പക്ഷെ അതിന്റെ ഒരു ഘടനയിലൊരു ജനാധിപത്യമുണ്ട്. കാരണം എന്താ, എല്ലാവർക്കും. പക്ഷെ അത് ജനാധിപത്യം എന്നല്ല അതിന് പറയാ, അതിന് ഒരു തരം അരാജകത്വം എന്നാ പറയാ. ജനാധിപത്യം ഇല്ല, അപ്പൊ ഹൈക്കമാൻഡ് എല്ലാം പറയുന്നു പറയാ. ഒരു അരാജകത്വം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ശരി, ശ്രീ VPP, താങ്കളുടെ മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ.
അല്ല, ഇതില് വളരെ കൃത്യമാണ് ഗോപികൃഷ്ണ. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഒരു അധപ്പതനമാണ്. അതിൽ ശ്രീ സുധാകരൻ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്തിരുന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തെ ആകെ അലോസരപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിനെ അത് കൂടുതൽ അലോസരപ്പെടുത്തുന്നു. അതാണല്ലോ അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇയാളെ പറ്റില്ല എന്ന് VD സതീശനും KC വേണുഗോപാലും മറ്റെല്ലാവരും തീരുമാനിക്കുന്നത്. ഇന്ന് ആരെങ്കിലും ഉണ്ടായോ? എണ്ണപ്പെട്ട അറിയപ്പെടുന്ന ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇന്ന് അവിടെ ഉണ്ടായോ? എന്തേ ഇല്ലാതിരുന്നത്? ഇന്നലെ ശ്രീ K സുധാകരൻ ഉപയോഗിച്ചൊരു പദമുണ്ടല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ആലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഡേഷ് എന്ന് പറഞ്ഞല്ലോ. അത് ഉപയോഗിച്ചു പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആലയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ സഹജീവികൾ, ഞാൻ ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച പദം പറയുന്നില്ല, കന്നുകാലിയുടെ പേര് പറയുന്നില്ല, അദ്ദേഹം തിരിച്ച് സുധാകരൻ പോകുമ്പോൾ ഏതെങ്കിലും സഹജീവികൾ അവിടെ ഉണ്ടായോ കൂടെ ഇന്ന്? അപ്പോൾ കോൺഗ്രസിനകത്ത് ഇദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരാൾക്ക് കോൺഗ്രസിൽ? അത്രമേൽ മോശമായ അവസ്ഥയിലേക്ക്. ഇത് മറച്ചു വെക്കാൻ വേണ്ടി എല്ലാ പാർട്ടിയും കണക്കന്നെ, എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളാണ്, എല്ലാ പാർട്ടിയിലും BJPയിലേക്ക് പോകുന്നവരുണ്ട്, ഒരു പാർട്ടിക്കും പ്രത്യയശാസ്ത്രമില്ല എന്നൊക്കെ പൊതുവൽക്കരണം നടത്തിപ്പോകുന്നത് അപകടകരമല്ലേ? CPMൽ പ്രവർത്തിച്ചയാളാണെന്ന് ശ്രീ നീലകണ്ഠൻ പറഞ്ഞു. അദ്ദേഹം ജനകീയ ജനാധിപത്യത്തെ കുറിച്ചും സൂചിപ്പിച്ചു. അദ്ദേഹം ഇന്നലത്തെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തിന് സന്നദ്ധതയുണ്ടെങ്കിൽ, ഇന്നലെ കണ്ണൂരിൽ ദേശാഭിമാനിയുടെ വലിയ പ്രോഗ്രാം, M മുകുന്ദന് സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നു, ശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, വലിയ സദസ്സാണ്. ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദമാഷ് സംസാരിച്ചു. അദ്ദേഹം ജനകീയ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ചും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചുമാണ് ആ പൊതുയോഗത്തിൽ പോലും, പാർട്ടി ക്ലാസ്സിലല്ല, പൊതുയോഗത്തിൽ പോലും അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് കേട്ടാൽ മതി. ഞങ്ങളത് കൈവിട്ടിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അതിൽ തന്നെയാണ് ഉറപ്പുള്ളത്. CPMനകത്ത് ആളുകൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഘടകത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ, എന്നിട്ട് കൂട്ടായി തീരുമാനമെടുക്കുന്നു. അത് ജനാധിപത്യം. കോൺഗ്രസിലേത് ജനാധിപത്യമല്ല. ശ്രീ CR നീലകണ്ഠൻ തന്നെ പറഞ്ഞു, അരാജകത്വമാണത്. അരാജകത്വമാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കോൺഗ്രസിന് സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ കോൺഗ്രസ് ആകരുത്. ഈ ചർച്ചയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഇന്ന് ചില വാർത്തകൾ കാണാതെ പോകരുത്. നോക്കൂ, ഇന്നലെ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധമായ ഒരു പതാക, ഒരു കൊടിമരം, അതേ പാർട്ടിയുടെ അനുഭാവികളായ ചില ചുണക്കുട്ടികളായ വനിതാ രത്നങ്ങൾ വന്ന് പൊളിച്ചു മാറ്റി. 156 പേരാണ് അവിടെ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് നേരത്തെ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ യാഥാർത്ഥ്യത്തിന് മേലെ നമ്മൾ കണ്ണു ചുമ്പുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ സമീകരിക്കാൻ ശ്രമിച്ചു. CR നീലകണ്ഠനോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. പാരിസ്ഥിതിക വിഷയത്തിൽ അദ്ദേഹത്തോട് പലപ്പോഴും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ ചില, നേരത്തെ ഒരു ചർച്ചയിൽ 24 തന്നെ ഞാൻ പറയാത്ത ഒരു കാര്യം അദ്ദേഹം അന്ധമായ BJP വിരോധം മൂലം പറയേണ്ടി വന്നപ്പോൾ അത് റീപ്ലേ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ചെവിക്കെന്തോ കേൾവിക്കുറവ് കൊണ്ടാണെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഭയക്കുന്ന അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തെയും BJP വിരോധം ബാധിച്ചു പോകും. ഞാൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനം നിലനിർത്തി ചോദിക്കും, സർ, നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു എന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അത്ര നിഷ്കളങ്കമാണോ വടകരയിൽ ഉണ്ടായ സംഭവങ്ങൾ? ഇന്നത്തെ സാം പിത്രോഡയുടെ വാക്കുകൾ അത് സമീകരിച്ച് അങ്ങ് കണ്ടെത്താൻ പറ്റിയതാണോ? സ്വാഭാവികമായും താങ്കളെപ്പോലുള്ളവർക്ക് BJPയിൽ ആക്ഷേപിക്കാം. BJP അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ സർ സമീകരണം? അതുപോലും നിലനിൽക്കുന്നതാണോ എന്ന് മറ്റൊരു കാര്യം. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളുടെ നേരെ നമ്മൾ കണ്ണടച്ച് മുമ്പോട്ട് പോകരുത്. CR നീലകണ്ഠൻ സാർ, 8 മുൻ CPM കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, നിരവധി PCC അധ്യക്ഷന്മാർ, കേരളത്തിൽ താങ്കൾ പറഞ്ഞ മാതിരി MM ലോറൻസിന്റെ കൊച്ചുമകളും മകളും, ഇന്ന് സംഭവിച്ച 156 പേർ, ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയേതായാലും K സുധാകരന്റെ KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ കോൺഗ്രസിനകത്തെ അസ്വസ്ഥതകളുടെ പ്രകടനമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ BJP കണ്ണുവെച്ച് നിൽക്കുന്നത് പോലെ തന്നെ അത്തരം പൊട്ടിത്തെറികൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ BJP ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം.